ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ അത്രയ്ക്ക് ടഫാണോ? എങ്കിൽ നമുക്ക് വളരെ സിമ്പിളായി പഠിച്ചു തുടങ്ങിയാലോ? എല്ലാവർക്കും അറിയാം, എങ്കിലും ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ആകുന്ന ഒരു ടോപ്പിക്കാണെന്ന് വളരെ എളുപ്പത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എല്ലാ വെർബിൻ്റെയും പൊസിഷൻ സെക്കൻഡ് പൊസിഷനാണ്. അതുപോലെ എല്ലാ വെർബും അവസാനിക്കുന്നത് en വെച്ചാണ്. അപ്പം നമുക്ക് ഈ കോൺജുഗേഷൻ വളരെ എളുപ്പത്തിൽ പഠിക്കാം. കോമൺ ആയിട്ട് നമുക്ക് 6 പേഴ്സണൽ പ്രോനോമൻ ഉണ്ട്. ഇതിൽ ആദ്യത്തെയാണ് ഇഷ്, ഡു, എർസിയസ്, വിയർ, ഇയർ, സി. ഇവിടെ ഇഷ് വരുമ്പോൾ വെർബിൻ്റെ എൻഡിൽ ഇ ആകും, ഡു വരുമ്പോൾ എസ് ടി ആകും, എർസിയസ് വരുമ്പോൾ ടി ആകും, വിയർ വരുമ്പോൾ മാറ്റമില്ല en തന്നെയാണ്, ഇയർ വരുമ്പോൾ ടി ആകും, സി വരുമ്പോൾ മാറ്റമില്ല en തന്നെയാണ്. ഇത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇഷ് കൊമേ, ടു കൊംസ്റ്റ്, എർസിയസ് കൊംറ്റ്, വിയർ കൊമൻ, ഇയർ കൊംറ്റ്, സി കൊമൻ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മാഹൻ എന്ന വെർബിനെ കോൺജുഗേറ്റ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ വേഗം ഇട്ടോളൂ.